ഇപ്പം നമ്മൾ അമ്മൂറും കൊണ്ട് നമ്മളിങ്ങനെ പോയോക്കട്ടെ റൂമിലെത്താനുള്ള. അത്യാവശ്യം വലിപ്പമുള്ള തന്നെയാണ്. 2 കിലോൻ്റെ അമ്മൂറ. മീനെ കിട്ടുമോയെന്ന് കാത്ത് നിൽക്കുകയാണ്. ഓക്കെ ഷേഖ് അനംഷിയ. ഓക്കെ, അസ്സലാമു അലൈക്കും. ഇതാണ് ആ മീനിട്ട് വെച്ച ബാസ്ക്കറ്റ് കേട്ടോ. ഇതിലാണ് അവർ മീനിട്ട് വെച്ചിട്ടുള്ളത് കടലിൽ. അങ്ങനെ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അവിടെയാണ് പോയത്. അവിടെയാണ് അവർ മീൻ പിടിക്കണത്. ഇവിടെ ആരും ഇല്ല. ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കുക. നമുക്ക് ഇതുവരെ വന്നതല്ലേ. നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ അവിടെ. ഇത് കണ്ടോ, വലിയൊരു കൊക്ക്. അത് ദേശാടന പക്ഷിൻ്റെ ഒക്കെ പോലെ. അവർക്ക് നമ്മൾ മലയാളം പറഞ്ഞപ്പത്തിന് മനസ്സിലായിട്ടോ കേരളമാണെന്ന്. അതാക്കണം പറക്കണ കൊക്ക്. അതിൻ്റെ ഒരു വലിപ്പം, നല്ല സൗണ്ടും ഉണ്ട്. ഇത് കണ്ടോ, നല്ല കടലിൻ്റെ അടിയിലെ പുറ്റുകളാണ് ഈ കാണുന്നത് കേട്ടോ. കടൽ പുറ്റുകൾ, ചെറിയ ചെറിയ നല്ല ഭംഗിയുള്ള മീനൊക്കെ ഉണ്ടോ. ഒരെണ്ണം റെഡ്, പല കളറിലുള്ള പുറ്റുകളാണ്. ഇത് കണ്ടോ, ബാക്ക് ഈ സൈഡിൽ ചെറിയ ചെറിയ മീൻകുട്ടികളും ഇതുണ്ടോ, റെഡ് പല കളറിലുള്ള കടൽ പുറ്റുകൾ. കടലിൻ്റെ അടിത്തട്ടാണ്, ബ്ലാക്ക് ഒക്കെ ഉണ്ട്. അതാണ് ഇതിലൊക്കെ അവർ മീൻ പിടിച്ച് വെച്ചേക്കാണ് കേട്ടോ. ഉൾക്കടലിൽ പോകുമ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ട് നിറച്ച് മീനാണ്. നമ്മളിവിടെ ഇങ്ങനെ ചൂണ്ടക്കടയിൽ വന്നാണ്. ഈ സാധനമാണ് അവരോട് ഇട്ടിക്കണ കേട്ടോ. ഇതാണ് കെട്ടിട്ടിക്കണ. വലിയ വലിയ ഹുക്കുകളൊക്കെ ഉണ്ടോ. സിംഗിളായിട്ടുള്ള, ഡബിളായിട്ടുള്ള. അങ്ങനെ എല്ലാ ഹുക്സും ഉണ്ട് കേട്ടോ ഇവിടെ. ഹുക്ക്, ഇതുപോലെയുള്ള തൊപ്പി, എല്ലാ സംഭവങ്ങളും. ആ കണ്ണൊക്കെ ഹുക്കുകളാണ്. ഓക്കെ ഭായ് സാബ്, ठीक है भाई, शुक्रिया. മീൻ പിടിച്ചിടാനുള്ള ചെറിയ പെട്ടി. ഇതാണ് ഷോപ്പ്. നമ്മൾ ഹാർബർക്ക് വരുന്ന എൻട്രൻസിൻ്റെ അവിടെ നിന്ന് നേരെ അവിടെയാണ് ഹാർബർ. അതിൻ്റെ നേരെ കുറച്ച് ഇപ്പുറത്തായിട്ട് ഇങ്ങനെ ഇവിടെ ഉണ്ട്. അതാണ് ഉണക്കമീൻ്റെ കട. ഇവിടെ ഇങ്ങനെയാണ് ഉണക്കമീൻ വെച്ച് വേണം കേട്ടോ. നാരങ്ങ ഉണക്കിയത് ഉച്ചകാവലിരിക്കുന്നവരെ. നമ്മളെ കുടലിൻ്റെ ഒക്കെ പോലെയാണ് ക്ലീൻ ചെയ്ത് വെച്ചേക്കും. वो कितना है भाई इसका? ये है ना, 1 റിയാല. അത് 1 റിയാൽ 200 റുപ്യ വരും നമ്മളെ നാട്ടിലത്തെ. ഇതിന് 3 റിയാലുണ്ട് വലിയത്. ഇവിടെ ബത്തള് ലൂസൊക്കെ ഉണ്ട് കേട്ടോ. ചെമ്മീനൊക്കെ നന്നാക്കിയതിൻ്റെ ശേഷം കവറിലാക്കി വെക്കാണ്. കത്തിണ്ട്. ഇതിന് 500 പൈസ, അതായത് 110 രൂപ. ഇതിനാണെങ്കിൽ 3 റിയാൽ, 1 റിയാൽ. ഇങ്ങനെ നല്ല കാക്ക് വാങ്ങാൻ അങ്ങനെ. ഇത് കുറച്ചും കളർഫുള്ളാണ്. നമ്മളിങ്ങനെ ഹാർബറിൽ നിന്ന് വരുന്ന വഴിയിൽ നിന്ന് ഇവിടെ ഇങ്ങനെ ആയിട്ട് നല്ലൊരു പാർക്ക് ഉണ്ട് കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ നല്ല രസമായിരിക്കും തോന്നുന്നുണ്ട്. ഐ ലവ് സോഹാർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നാട്ടിലത്തെ പോലെ, ഐ ലവ് കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞ പോലെ ആ ബീച്ചിൻ്റെ അടുത്ത് തന്നെ നല്ല രസമുള്ളൊരു ബീച്ചും, അതായത് ബീച്ചിൽ ഒരുപാട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഒരു പാർക്കൊക്കെ ഉണ്ട്. എൻട്രി ഫീസൊക്കെ ഉണ്ടോ എന്നൊരു ഡൗട്ട്. അവിടെ ഗേറ്റൊക്കെ ഉണ്ട് കാണണം. എന്തായാലും നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ നോക്കാം. ഇപ്പം നമ്മളെന്തായാലും നേരെ പോവാം. ഈ കാണുന്ന ചെറിയൊരു പുഴ കേട്ടോ. അങ്ങനെ നേരെ കടൽക്ക് പോകുന്നുണ്ട്.
പുഴ വറ്റിക്കണ മഴ ഉണ്ടാകുമ്പോൾ മാത്രമേ വരുള്ളൂ വെള്ളം. അതാണ് സംഭവം. ഈ വീണ് കിടക്കണ പഴം കണ്ടോ? ഇതെന്താ വെച്ചാൽ നമ്മളവിടെയൊക്കെ കോട്ടക്കുന്നൊക്കെ പോകുമ്പോൾ കാണാൻ ഉപ്പിലിട്ടൊരു കായ. എന്താണ് ഇതിൻ്റെ പേര് എനിക്കറിയില്ല. എന്തായാലും ഇതിന് ഒരുപാടുണ്ടത്. ഇവിടെ നിന്നല്ല, ഇതിൻ്റെ അപ്പുറത്ത് കൂടെ കാണുന്ന മരങ്ങളൊക്കെ അതാണ് കേട്ടോ. 12 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമുക്ക്. അങ്ങനെ അവിടെയാണ് നമുക്ക് എത്താനുള്ളത്. വേണ്ട, അതാണ് നമ്മളെ ബിൽഡിങ്. ഇനി അത് കാണുന്ന ദൂരമല്ല, ഏകദേശം നല്ല ദൂരമുണ്ട് ഇവിടുന്ന്. ആണെന്ന് ഞാൻ പോയിട്ട് വാങ്ങിയ മീൻ അമൂറ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ അമൂറ് പൊള്ളിച്ചതാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് നാളെ ഇതേ സമയം വീണ്ടും കാണാം.